ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. കാതോരം മിനിമൊഴിയും വർണ്ണങ്ങൾ കതിച്ചൊരിയും ഒന്നാകും മനസ്സുകളിൽ അറിവിൻ പുഞ്ചിരി മഴയാ ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM റേഡിയോ പാനൂർ. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 അസാധുവാക്കിയ നടപടി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതി തീർപ്പാക്കി. മുഖ്യ ന്യായാധിപന്റെ അധ്യക്ഷതയിൽ 5 ന്യായാധിപന്മാർ 16 ദിവസം തുടർച്ചയായി വാദം കേട്ട് 23 ഹർജികളാണ് തീർപ്പാക്കിയത്. കാശ്മീരിന് പ്രത്യേക പദവി നൽകാനുള്ള തീരുമാനം ഒരു താത്കാലിക നടപടിയാണ്. അത് അസാധുവായി പ്രഖ്യാപിക്കുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. കാശ്മീരിലെ സ്ഥിരതാമസക്കാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്ന 35A എന്ന വകുപ്പും അസാധുവായി പ്രഖ്യാപിച്ചതും കോടതി അംഗീകരിച്ചു. മറ്റു സംസ്ഥാനങ്ങൾക്ക് ലഭിക്കാത്ത ആനുകൂല്യങ്ങൾ കാശ്മീരിനു മാത്രമായി നൽകാൻ കഴിയില്ല എന്നും കോടതി വ്യക്തമാക്കി. ഭാരത സർക്കാരിൻ്റെ നടപടികളോട് വിയോജിപ്പുള്ളവർ ഉണ്ടാകാം. സുപ്രീം കോടതി വിധി നമ്മുടെ രാജ്യത്തെ നിയമമാണ്. അതുകൊണ്ടു തന്നെ ഈ നടപടിയെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. അമേരിക്കൻ സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് നിഖിൽ ഗുപ്ത എന്ന ഇന്ത്യക്കാരനെ തങ്ങൾ കസ്റ്റഡിയിലെടുത്തത് എന്ന് ചെക്ക് റിപ്പബ്ലിക് സ്ഥിരീകരിച്ചു. ഇയാളെ തങ്ങൾക്ക് കൈമാറണമെന്ന് അമേരിക്കയിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെട്ടതായും അറിയിച്ചിട്ടുണ്ട്. അമേരിക്കൻ പൗരനായ ഗുരുപത്വാങ് സിംഗ് പൻവനെ വധിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ്. ഇയാളെ വധിക്കാനായി ഒരു വാടക കൊലയാളിയുമായി $1,00,000 കരാർ ഉറപ്പിക്കുകയും അഡ്വാൻസായി $15,000 ഇന്ത്യ ഇയാൾക്ക് നൽകുകയും ചെയ്തു എന്നാണ് അമേരിക്കയിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആരോപിക്കുന്നത്. വളരെ ഉയർന്ന തലത്തിൽ തന്നെ അമേരിക്ക ഈ ആരോപണം ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട്. NIA അന്വേഷിക്കുന്ന പ്രമാദമായ ഒരു കേസിലെ പ്രതിയാണ് പൻവൻ. ഡിസംബർ 13 പാർലമെന്റ് ബോംബ് വെച്ച് തകർക്കുമെന്ന് പൻവന്റെ ഭീഷണി ഉണ്ടായിരുന്നു. ആക്രമണങ്ങൾ ഉണ്ടായില്ലെങ്കിലും ഈ ദിവസം അനുമതിയില്ലാതെ ചിലർ പാർലമെന്റിനുള്ളിൽ പ്രവേശിക്കുകയും പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തു. ആർട്ടിക്കിൾ 99 അനുസരിച്ച് ഹമാസ് ഇസ്രായേൽ വിഷയം സുരക്ഷാ സമിതി പരിശോധിക്കണമെന്ന് സെക്രട്ടറി നിർദ്ദേശിച്ചു. ലോകസമാധാനത്തിന് ഭീഷണിയാകുമെന്ന് തനിക്ക് തോന്നുന്ന വിഷയങ്ങൾ പരിശോധിക്കണമെന്ന് സുരക്ഷാ സമിതിയോട് ആവശ്യപ്പെടാൻ സെക്രട്ടറിക്ക് അധികാരം നൽകുന്ന ഒരു പ്രത്യേക വകുപ്പാണ് ആർട്ടിക്കിൾ 99. വളരെ അപൂർവമായിട്ടാണ് സെക്രട്ടറിമാർ ഈ വകുപ്പനുസരിച്ചുള്ള നടപടി ആവശ്യപ്പെടുന്നത്. സെക്രട്ടറിയുടെ ശുപാർശ അനുസരിച്ച് സെക്യൂരിറ്റി കൗൺസിലിൽ അവതരിപ്പിച്ച പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തു.
ഇതേസമയം മാനുഷിക പരിഗണന വച്ച് വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുന്ന മറ്റൊരു പ്രമേയം ജനറൽ അസംബ്ലിയും അംഗീകരിച്ചു. ഈ രണ്ടു പ്രമേയങ്ങളും വെടിനിർത്തൽ കൊണ്ടുവരില്ല. അമേരിക്ക വീറ്റോ പ്രയോഗിച്ചതുകൊണ്ട് ഇസ്രായേലിനെതിരെ ഒന്നും ചെയ്യാൻ സെക്യൂരിറ്റി കൗൺസിലിന് കഴിയില്ല. ജനറൽ അസംബ്ലിയുടെ പ്രമേയം കേവലം ഉപദേശമാണ്. യുദ്ധം തുടർന്നാൽ ലോകം ഇസ്രായേലിന് എതിരാകും എന്ന മുന്നറിയിപ്പാണ് ജോ ബൈഡൻ നൽകുന്നത്. ഫിലിപ്പൈൻസിൻ്റെ കപ്പലുകളെ ചൈനയുടെ നാവികസേന വീണ്ടും ആക്രമിച്ചു. ദ്വീപ് നിവാസികൾക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്ന കപ്പലുകൾക്കെതിരെയാണ് ആക്രമണം ഉണ്ടായത്. ജലപീരങ്കി പ്രയോഗിച്ചതിനെ തുടർന്ന് 2 കപ്പലുകൾക്ക് സാരമായ കേടുപാടുകൾ പറ്റിയതായും ഫിലിപ്പൈൻസ് പരാതിപ്പെട്ടിട്ടുണ്ട്. ദക്ഷിണ ചൈന കടൽ പൂർണ്ണമായും തങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു മേഖലയാണ് എന്നാണ് ചൈനയുടെ വാദം. ഈ കടൽക്കരയിലുള്ള ഒരു രാജ്യവും ഈ വാദം അംഗീകരിക്കുന്നില്ല. അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിലൂടെയാണ് തങ്ങളുടെ കപ്പലുകൾ സഞ്ചരിച്ചത് എന്നാണ് ഫിലിപ്പൈൻസ് വിശദീകരിക്കുന്നത്. ദ്വീപുകളിലേക്കുള്ള ഭക്ഷണ വിതരണം മാറ്റിവെക്കാൻ ഫിലിപ്പൈൻസിന് കഴിയില്ല. അതുകൊണ്ടു തന്നെ തങ്ങൾക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഉപേക്ഷിക്കാനും ഈ രാജ്യത്തിന് കഴിയില്ല. കപ്പലുകളെ മാത്രമല്ല, മീൻപിടുത്തക്കാർ ഈ മേഖലയിൽ പ്രവേശിക്കുന്നതും ചൈന അനുവദിക്കുന്നില്ല. വൻ ശക്തിയായ ചൈനയുടെ അവകാശവാദങ്ങൾ ഈ മേഖലയിൽ സംഘർഷം വളർത്തുകയാണ്. നവംബർ 30 ദുബായിൽ ആരംഭിച്ച COP28 അഥവാ കാലാവസ്ഥാ ഉച്ചകോടി ബുധനാഴ്ച അവസാനിച്ചു. അന്തരീക്ഷോഷ്മാവ് വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണം ജൈവ ഇന്ധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പുറംതള്ളപ്പെടുന്ന കാർബൺ മാലിന്യങ്ങളാണ്. ഘട്ടം ഘട്ടമായി ജൈവ ഇന്ധനങ്ങളുടെ ഉപയോഗം അവസാനിപ്പിക്കുക എന്നതാണ് ശാസ്ത്രം നിർദ്ദേശിക്കുന്ന പരിഹാരമാർഗം. എന്നാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക് ഈ നിർദ്ദേശത്തോട് യോജിക്കുന്നില്ല. അന്തരീക്ഷത്തിലേക്ക് പുറംതള്ളുന്ന കാർബൺ മാലിന്യങ്ങൾ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചാണ് ഒപെക് ആലോചിക്കുന്നത്. എണ്ണയുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പല പദ്ധതികളും ഇവർ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ഭ്രാന്ത് അവസാനിപ്പിക്കണം എന്നാണ് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ആവശ്യപ്പെട്ടത്. ഹിമാലയ പർവ്വതം സന്ദർശിക്കാൻ നേപ്പാളിലെത്തിയപ്പോഴാണ് രൂക്ഷമായ ഈ പ്രതികരണം ഉണ്ടായത്. ഇവിടെ മഞ്ഞുരുകുന്നതിൻ്റെ വേഗത 65% വർദ്ധിച്ചു. ഇങ്ങനെ അന്തരീക്ഷോഷ്മാവ് വർദ്ധിക്കുന്നത് ഭൂമിയെ മരണത്തിലേക്ക് നയിക്കും എന്ന മുന്നറിയിപ്പാണ് സെക്രട്ടറി നൽകുന്നത്. ഒക്ടോബറിൽ ആരംഭിച്ച യുദ്ധം തുടരുകയാണ്. വീണ്ടും ഒരു വെടിനിർത്തലിനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നാണ് ഖത്തർ പ്രധാനമന്ത്രി മാധ്യമങ്ങളെ അറിയിച്ചത്. ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന തങ്ങളുടെ കപ്പലുകളെ ഹൗതി വിമതന്മാർ ആക്രമിക്കുന്നു എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഇതിന് അന്താരാഷ്ട്ര സമൂഹം പരിഹാരം കാണണം എന്നും ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൗതികൾക്കെതിരെ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ സ്വന്തം നിലയിൽ ഈ പ്രശ്നം പരിഹരിക്കും എന്നാണ് ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ്. യമനിലെ ഹൗതി വിമതന്മാർ ഇറാൻ പിന്തുണയോടെയാണ് പ്രവർത്തിക്കുന്നത്. ഹമാസിനെ ആക്രമിക്കുന്നതിനുള്ള തിരിച്ചടി എന്ന നിലയിലാണ് ചെങ്കടലിലൂടെ സഞ്ചരിച്ചിരുന്ന ഇസ്രായേലിൻ്റെ കപ്പലുകളെ ഹൗതി വിമതന്മാർ ആക്രമിച്ചത്. ഇങ്ങനെ ഇസ്രായേൽ കപ്പലുകളെ ആക്രമിക്കാനെത്തിയ ഹൗതി വിമതന്മാരുടെ കപ്പലുകൾ
ഫ്രാൻസിൻ്റെ നാവികസേനയുമായി ഞായറാഴ്ച ഏറ്റുമുട്ടി. മധ്യ ഏഷ്യയിൽ നിന്നും ചെങ്കടലിലേക്ക് യുദ്ധം വ്യാപിക്കുകയാണ്. ഗാസയ്ക്കു പുറത്തേക്ക് യുദ്ധം വ്യാപിക്കുന്നത് തടയാൻ വെടിനിർത്തലിനു മാത്രമേ കഴിയൂ. വളരെ ഗുരുതരമായ ഒരാരോപണമാണ് കഴിഞ്ഞ ആഴ്ച മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഹമാസ് ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുടെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ഒരു അറബ് രാജ്യമാണ് ഖത്തർ. ഈ രാജ്യം ദശലക്ഷക്കണക്കിന് ഡോളർ ഹമാസിന് നൽകിയിട്ടുണ്ട് എന്ന വിവരമാണ് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. ഹമാസും ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സാമ്പത്തിക സഹായം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ബെഞ്ചമിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് എന്നും ഖത്തർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹമാസിലെ ആരോഗ്യ പ്രവർത്തകർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ശമ്പളം നൽകാൻ 2019 പാലസ്തീൻ അതോറിറ്റി തയ്യാറായില്ല. ഈ പ്രതിസന്ധി പരിഹരിക്കാനാണ് ഹമാസ് ഖത്തറിൻ്റെ സഹായം തേടിയത്. പാലസ്തീന് ഹമാസിനോടുള്ള ശത്രുത വർദ്ധിപ്പിക്കാനും അവരുടെ പ്രീതി നേടിയെടുക്കാനുമുള്ള ഒരു തന്ത്രം എന്ന നിലയിലാണ് ഈ സാമ്പത്തിക സഹായം നൽകുന്നതിനെ എതിർക്കാതിരുന്നത് എന്നാണ് ബെഞ്ചമിൻ അനുകൂലികൾ ഇപ്പോൾ വാദിക്കുന്നത്. വിവരങ്ങൾ പുറത്തു വന്നതോടെ പ്രധാനമന്ത്രി പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. ഡൊണാൾഡ് ടസ്ക് വീണ്ടും പോളണ്ടിൻ്റെ പ്രധാനമന്ത്രിയായി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തു. 2007 മുതൽ 2014 വരെ ഇദ്ദേഹമായിരുന്നു പോളണ്ടിൻ്റെ പ്രധാനമന്ത്രി. കമ്മ്യൂണിസത്തിൽ നിന്നും യൂറോപ്യൻ സംവിധാനത്തിലേക്ക് പോളണ്ട് മാറിയത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. എന്നാൽ കഴിഞ്ഞ 7 വർഷക്കാലം ഇദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രതിപക്ഷത്തായിരുന്നു. വലതുപക്ഷ പാർട്ടിയായി വിശേഷിപ്പിക്കപ്പെടുന്ന ലോ ആൻഡ് ജസ്റ്റിസ് പാർട്ടിയുടെ നേതാവായ കസൻസ്കി ആയിരുന്നു ഈ കാലയളവിൽ പോളണ്ടിലെ പ്രധാനമന്ത്രി. ഒക്ടോബറിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരു കക്ഷിക്കും ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല. ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയെങ്കിലും ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ലോ ആൻഡ് ജസ്റ്റിസ് പാർട്ടിക്ക് ലഭിച്ചില്ല. മറ്റു കക്ഷികളുടെ പിന്തുണയോടെയാണ് 8 വർഷത്തിനു ശേഷം ടസ്ക് പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കുന്നത്. റഷ്യയോടും അമേരിക്കയോടും സൗഹൃദം നിലനിർത്തണം എന്ന പക്ഷക്കാരനാണ് പുതിയ പ്രധാനമന്ത്രി. ഇദ്ദേഹം നേരത്തെ യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ പ്രസിഡൻ്റായിരുന്നു. ഉക്രൈനിനുള്ള സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കുന്നതിനെ അനുകൂലിക്കുന്നയാളാണ് പുതിയ പ്രധാനമന്ത്രി. ഈ മാസം 14-15 തീയതികളിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഉച്ചകോടി ബ്രസൽസിൽ നടക്കുകയാണ്. ഉക്രൈനിൻ്റെ അംഗത്വം കാര്യപരിപാടിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരംഗം എതിർത്താൽ ഈ രാജ്യത്തിന് യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ കഴിയില്ല. ഉക്രൈനിനെ സ്വീകരിക്കില്ല എന്ന് ഹംഗറി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഉച്ചകോടിയുടെ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ ഹംഗറിയുടെ പ്രധാനമന്ത്രി തൻ്റെ പഴയ നിലപാട് ആവർത്തിച്ചിട്ടുണ്ട്. അംഗത്വം നേടാമെന്നും അതുവഴി വലിയ സാമ്പത്തിക സഹായം ലഭിക്കുമെന്നും ഉള്ള പ്രതീക്ഷയിലാണ് ഉക്രൈനിൻ്റെ പ്രസിഡന്റ് സെലൻസ്കി. ഈ സാമ്പത്തിക സഹായം കൊണ്ടാണ് ഉക്രൈനിന് റഷ്യയുമായുള്ള യുദ്ധം തുടരാൻ കഴിയുന്നത്. തൻ്റെ എതിരാളിയായ ഉക്രൈനിന് സാമ്പത്തിക സഹായം നൽകുവാനുള്ള നീക്കത്തെ പുടിൻ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. പുടിനു വേണ്ടിയാണ് ഹംഗറി ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്.
സാമ്പത്തിക സഹായത്തെക്കുറിച്ചല്ല, യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് യൂറോപ്യൻ യൂണിയൻ ആലോചിക്കേണ്ടത്. തെക്കേ അമേരിക്കൻ രാജ്യങ്ങളായ വെനസ്വേലയും ഗയാനയും അതിർത്തി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാമെന്ന് സമ്മതിച്ചു. 1899 മുതൽ ഗയാനയുടെ ഭാഗമായി കണക്കാക്കി വരുന്ന ഒരു പ്രദേശം പിടിച്ചെടുക്കാനാണ് വെനസ്വേലയുടെ നീക്കം. എസ്സാക്യൂബോ നദിയുടെ കരയിൽ ഗയാനയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് വൻതോതിൽ എണ്ണ നിക്ഷേപം കണ്ടെത്തിയതിനെ തുടർന്നാണ് വെനസ്വേല ഈ പ്രദേശത്തിൻ്റെ മേൽ അവകാശവാദം ഉന്നയിച്ചത്. നിബിഡ വനങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ പ്രദേശം തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാക്കുന്ന ഒരു ബില്ല് വെനസ്വേലയുടെ പാർലമെൻറ്റ് പാസാക്കിയതിനെ തുടർന്നാണ് സംഘർഷങ്ങൾ രൂക്ഷമായത്. കൊളോണിയൽ വാഴ്ചക്കാലം മുതൽ ഈ പ്രദേശം തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് വെനസ്വേല വാദിക്കുന്നത്. 1899 അന്താരാഷ്ട്ര ട്രൈബ്യൂണൽ ഈ പ്രദേശം തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഗയാനയുടെ മറുവാദം. തന്നെയുമല്ല, ഈ വിഷയം കോടതിയുടെ പരിഗണനയിലാണ്. വിധി വരുന്നതുവരെ ഇപ്പോഴത്തെ സ്ഥിതി തുടരണം എന്നാണ് ഐക്യരാഷ്ട്രസഭയും നിർദ്ദേശിക്കുന്നത്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.